ഹലോ, വെൽക്കം ബാക്ക്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ മോക്ക് ടെസ്റ്റിലെ അഥവാ മോഡൽ എക്സാമിലെ 21 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിലൂടെ 41 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങളെയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അവയുടെ വിശദീകരണം ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ, ഒന്നാമത്തെ എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ, അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ എക്സാമുകളും അവയുടെ കട്ട് ഓഫ് മാർക്കുകളും അതിലുണ്ടാകും. നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നിലവിൽ ഉള്ള ആ ഒരു സ്റ്റേജ് എത്രയെന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട്, എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ കഴിയും എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ഉറപ്പായിട്ടും ഉപകരിക്കും. കാരണം നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എക്സാമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഏത് ഫിറ്റർ എക്സാമും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 41 മുതൽ 60 വരെയുള്ള ചോദ്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് പോകാം. 41ാമത്തെ ചോദ്യം നോക്കിയേ. മെറ്റൽ ഈസ് കൺവെർട്ടഡ് ഇൻടു ഷീറ്റ്. പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് കാൾഡ്. അതായത് ഒരു മെറ്റീരിയലിനെ ഷീറ്റാക്കി കൺവെർട്ട് ചെയ്തിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. അതിനുള്ള പ്രോപ്പർട്ടി ഏതാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം മെലാബിലിറ്റി. ഇപ്പോൾ ഇതൊരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ ഹാമർ ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിച്ചു പരത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഷീറ്റ് രൂപത്തിലേക്കോ ഒക്കെ മാറ്റാനായിട്ട് സാധിക്കുമെങ്കിൽ അതിനെ മെലാബിലിറ്റി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മാലിബിലിറ്റി എന്നാണ് പറയുന്നത്. സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വയർ ഡ്രോയിങ് അതിന് ഉദാഹരണമാണ്. കോൺഡ്യൂറ്റ് അല്ലെങ്കിൽ ചാലകങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന അതിനൊരു ഉദാഹരണമാണ്. സോ ഇങ്ങനെ ഒരു മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിച്ചു നീട്ടാനായിട്ട് പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഡക്റ്റിലിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. നോർമലൈസിങ്, ഹാർഡനിങ്, ഇതൊക്കെ എന്താണ്? ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ്. നമുക്കത് വരുമ്പോൾ അതും കൂടെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം നോക്കാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. ഫസ്റ്റ് വൺ മെലാബിലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ മാലിബിലിറ്റിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. It is the property of metal by which they can be converted into sheet. Example gold. Example gold എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം ഗോൾഡ് എന്ന് പറയുന്നത് വലിയ നല്ലൊരു മാലിയബിൾ മെറ്റൽ ആണ് എന്ന് പറയാം. കാരണം ഗോൾഡിനെ നമുക്ക്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഗോൾഡ് കൊണ്ടുള്ള കമ്മൽ കാണാൻ പറ്റും, വളകൾ കാണാൻ പറ്റും, മാലകൾ കാണാൻ പറ്റും, കുലുസുകൾ കാണാൻ പറ്റും. ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലിനെ ഏതെല്ലാം വസ്തുക്കളായിട്ട് അല്ലെങ്കിൽ ഏതെല്ലാം മെറ്റീരിയൽ അല്ലെങ്കിൽ ഏതെല്ലാം സാധനങ്ങളായിട്ട് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതെന്താണ്? നമുക്ക് ഏത് രൂപത്തിലേക്കും കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മെലാബിലിറ്റി ഏറ്റവും കൂടിയ മെറ്റീരിയലായിട്ട് ഗോൾഡിനെ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ആസ് പെർ നിമി ബുക്കിൽ എന്താണോ അത് നിങ്ങൾ നോക്കി വെച്ചേക്കുക എന്നുള്ളത് പറയാം. ലെഡ് ഈസ് വെരി മെലാബിൾ മെറ്റൽ എന്ന എന്തോ നിമിയിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഡക്റ്റിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ എനേബിൾ ടു ഡ്രോൺ ഇൻ ടു വയർ വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് എ ടെൻസൈൽ ഫോഴ്സ്. എക്സാമ്പിൾ കോപ്പർ വയർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വയറുകളാക്കി വലിച്ചു നീട്ടിയൊക്കെ എടുക്കുന്ന ആ ഒരു സ്വഭാവ ഗുണത്തെ ഡക്റ്റിലിറ്റി എന്നും പറയാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 42ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 42ാമത്തെ ചോദ്യം ഇതാണ്. ഷീറ്റ് മെറ്റൽ വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺലി ഓൺ മെറ്റൽ ഷീറ്റ് വിച്ച് ആർ ഏതാണ്? റോൾഡ് ഷീറ്റ് ആണ്. ഷീറ്റ് മെറ്റൽ വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺലി ഓൺ മെറ്റൽ ഷീറ്റ്സ് വിച്ച് ആർ റോൾഡ് ഷീറ്റ്. ആ ഒരു രൂപത്തിൽ തന്നെ അതിനെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. കുറച്ചുകൂടി ലെവൽ കൂടിയ ചോദ്യങ്ങളിലും വേണമെങ്കിൽ ഉൾപ്പെടുത്താം, എന്നാൽ സിമ്പിൾ ചോദ്യങ്ങളിലും ഉൾപ്പെടുത്താനായിട്ട് പറ്റും. കാരണം അറിയുന്നവരിലെ ഉത്തരം ചെയ്യുകയുള്ളൂ. അപ്പോൾ ഷീറ്റ് മെറ്റൽ വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ഓൺലി ഓൺ മെറ്റൽ ഷീറ്റ് വിച്ച് ആർ റോൾഡ് ഷീറ്റ്. സോ കോൾഡ് റോൾഡ് ഷീറ്റും ഹോട്ട് റോൾഡ് ഷീറ്റും ഉണ്ടായിരിക്കും. കോൾഡ് റോൾഡ് ഷീറ്റ്സ് ബീങ് റെസിസ്റ്റന്റ് ടു കൊറോഷൻ ആൻഡ് വർക്കിംഗ് ഈസിലി ആർ കോമൺലി യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഷോപ്പ്. ഷീറ്റ് മെറ്റൽ ഷോപ്സിൽ കോമൺലി യൂസ് ചെയ്യുന്നതോ ഏതാണ്? കോൾഡ് റോൾഡ് ഷീറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? അപ്പോൾ കൊറോഷനെ പ്രതിരോധിക്കുന്നതിലും മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കാം. അഥവാ ദ മാക്സിമം ടിൽറ്റിംഗ് ആംഗിൾ, അഥവാ അത് തിരിക്കുവാനുള്ള ആ ഒരു ആംഗിൾ ഓഫ് ബാൻഡ്സ മെഷീൻ ഈസ്. ദ മാക്സിമം ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് എന്ന് ഓർക്കാം. ബാൻഡ്സ ഈസ് യൂസ്ഡ് ആസ് ലോങ് ഷാർപ്പ് ബ്ലേഡ്
consisting of a continuous band-toothed metal rotating opposing wheels to cut material. It is used in metalworking, woodworking and lumbering എന്ന് നമുക്ക് ഓർത്തിരിക്കാവുന്നതാണ്. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി ഈ പോയിന്റ്സുകളൊക്കെ. ഓക്കെ, then a sheet metal worker's anvil is known as very important questions. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ സ്റ്റേക്ക് ആണ് നിമിയുടെ അതേ പോയിന്റുകൾ തന്നെ ആയതുകൊണ്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കിയിരിക്കുക. ഓക്കെ, എ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ ഈസ് known as stake. ഷീറ്റ് മെറ്റൽ വർക്കേഴ്സിന്റെ ആൻവിൽ എന്നാണ് സ്റ്റേക്കിനെ അറിയപ്പെടുന്നത്. Stake is an anvil of sheet metal on which the sheet is placed for bending, seaming or forming using hammer or mallet. അതായത് ആ ഒരു ആൻവിലിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഷീറ്റിനെ വെച്ച് ബെൻഡിങ്, സീമിങ് പോലെയുള്ള ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് ടൈപ്പ് ഓഫ് സപ്പോർട്ടിംഗ് ആൻഡ് ഫോർജിങ് ടൂൾ. ദിസ് ടേക്സ് ഹെഡ് ആൾസോ കാൾഡ് ഹോൾ. സ്റ്റേക്ക് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. നെക്സ്റ്റ് വൺ, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ആൾസോ കാൾഡ്, എല്ലാവർക്കും അറിയാമായിരിക്കും GI ഷീറ്റ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. ഓക്കെ, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ഈസ് known as GI ഷീറ്റ് ഇൻ ദ മാർക്കറ്റ്. ഹെൻസ് ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് GI ഷീറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 46ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ റേഡിയസ് ഓഫ് ദ ലീസ്റ്റ് റൗണ്ട്നെസ് with which the sheet can be bent without occurrence of a crack in the outside of the bend in sheet metal fabrication. എൻ്റെ മലയാളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷനിൽ ബെൻഡിൻ്റെ പുറത്ത് ഒരു വിള്ളൽ, ഒരു ക്രാക്ക് ഉണ്ടാകാതെ ഷീറ്റ് വളക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ വൃത്താകൃതിയുടെ ആരം എന്ന് പറയുന്നത് ലീസ്റ്റ് ബെൻഡ് റേഡിയസ് എന്നുള്ളതാണ്. ആ ഒരു ആൻസറിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ചോദ്യം ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. The radius of the least roundness with which the sheet can be bent without occurrence of a crack in the outside of the bend in sheet metal fabrication. ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷനിൽ ബെൻഡിന്റെ പുറത്തൊരു വിള്ളൽ ഉണ്ടാകാതെ ഷീറ്റ് വളയ്ക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ വൃത്താകൃതിയുടെ ആരത്തെ ലീസ്റ്റ് ബെൻഡ് റേഡിയസ് എന്ന് പറയാം. ലീസ്റ്റ് ബെൻഡ് റേഡിയസിന്റെ ഒരു വിശദീകരണം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മലയാളം കൂടി ആഡ് ചെയ്തുകൊണ്ടായിരിക്കും അത് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് കൂടുതൽ സുഖകരമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. എനിക്കറിയാം എല്ലാവർക്കും ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പെട്ടെന്ന് വായിച്ചിട്ട് അത് മനസ്സിലാക്കി എടുക്കണം അങ്ങനെ ഒരു നിർബന്ധമില്ല. കാരണം കഴിഞ്ഞ എക്സാമുകൾക്കടക്കം ഞാൻ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്, AI-യും അങ്ങനെയുള്ള പലതും യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് പല പുതിയ വേർഡ്സുകളും ഇതിൽ നിന്ന് കിട്ടും, പുതിയ ഒരുപാട് വേർഡ്സുകൾ കിട്ടും. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരുപാട് വായിക്കുന്ന സമയത്ത് പലതും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴും പുതിയൊരു കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫെമിലിയർ ആകാനുള്ള ഒരുപാട് വേർഡ്സ് ഉണ്ടാകും. അതൊക്കെ നമുക്ക് ഏതാണോ സോഴ്സ് അത് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ മലയാളം തന്നെ മനസ്സിലാക്കണം. വെറുതെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് എന്താണോ അതെന്ന് മനസ്സിലാക്കലാണ്. അത് മനസ്സിലാക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് 47ാമത്തെ ചോദ്യം: വിച്ച് ടൈപ്പ് ഓഫ് പഞ്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹോൾസ് ഇൻ ദ ഷീറ്റ് മെറ്റൽ? സോ നമുക്ക് ഓൾ ഓഫ് ദി എബോവ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് തന്നെ ചെല്ലാം. സോളിഡ് പഞ്ച്, ഹോളോ പഞ്ച്, പിൻ പഞ്ച്, ഡോട്ട് പഞ്ച്, സെൻറ്റർ പഞ്ച്, ഡ്രിഫ്റ്റ് പഞ്ച്. All these punches are used for making holes in the sheet metal. Solid punch is used to make a hole through a sheet or piece of hot iron. Through this, it is impossible to make holes of the same size. 48ാമത്തെ ചോദ്യം എന്താണ്? The property of sheet metal due to which the sheet can be rolled one direction is called. So directionality എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ. The property of sheet metal due to which the sheet
can be rolled in one direction is called directionality. The bend snip is used for bend snips എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് cutting the sheet along curved lines. Okay, bend curved എന്ന് പറയുന്ന ആ ടീമുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. Okay, bend snips it is used for cutting the sheet along curved lines. The cutting blade of bend snips made of semicircular shape. This type of snip is used for cutting curves in the sheet. These are used cutting the sheet in cylindrical or conical shape. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അടുത്ത ബ്ലോ ഹോൺ സ്റ്റേക്സ് ഹാസ് ടു സൈസസ് ഓഫ് ഹോൺ എന്ന് പറയുന്നതാണോ അതോ ഷീറ്റ് റൗണ്ട് നൺ ഓഫ് ദീസ് എന്നുള്ളതാണോ? ബ്ലോ ഹോൺ സ്റ്റേക്ക് ഹാസ് ടു സൈസസ് ഓഫ് റൗണ്ട്. എ സ്പെഷ്യൽ സപ്പോർട്ട് ഈസ് required to bend the stake sheet into various shapes. The special support is called a stake. Stake are different sizes according to function. അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് കൊണ്ട് വ്യത്യസ്ത സ്റ്റേക്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേക്സുകളെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അവയുടെ ഓരോന്നിൻ്റെയും യൂസ് എന്താണ്, അവയുടെ ഷേപ്പ് എന്താണ്, ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. യൂസ്, അവയുടെ ഷേപ്പ്. ഓക്കെ, ഇത് രണ്ടുമാണ് ചോദിക്കുന്നുണ്ടാവുക. അടുത്തത് വാട്ട് ഈസ് കാൾഡ് ഫ്രം വെയർ ഇലക്ട്രോഡ് ബെർ പാർട്ട് ഈസ് ഗ്രിപ്പിഡ് എന്നുള്ള നൗൺ ആസ് സ്റ്റബിലൻറ്റ് വെയർ ഇലക്ട്രോഡ് bear part is gripped. Electrode is a metallic wire of standard size and length generally coated with flux. 52ാമത്തെ ചോദ്യം എന്താണ്? The top edge is melted around and the cut face is not smooth in gas cutting. This is due to. So answer എന്ന് പറയുന്നത് the tip being held too high, the top edge is melted round and the cut face is not smooth in gas cutting due to the tip being held too high. So എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെൽഡിങ്ങിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഈ എക്സാമിലേത് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൈത്തിൻ്റെ ടോപ്പിക് ആയിരിക്കും കട്ടിക്കിടുന്നുണ്ടാവുക, ചിലതിനകത്ത് വെൽഡിങ്ങിൻ്റെ ടോപ്പിക് ആയിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്കുകളിൽ നിന്നും അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ട്രേഡ്സ്മാൻ്റെ എക്സാമിൽ ഒരു പ്രത്യേക ഭാഗത്ത് വന്നപ്പോൾ കുറച്ച് കട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? സോ ആ ഒരു രീതിയിൽ തന്നെ ഒരു ക്രമീകരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ജൂനിയർ ഇൻസ്ട്രക്ടർ പോലെയുള്ള ഒരു എക്സാം അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള എക്സാമുകളിലൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ചോദ്യങ്ങളിൽ കൂടുതൽ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കും, അതിൽ നിന്നുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നോക്കും. പിന്നെ അതിനുശേഷം ചിലപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താ പറയുക ഹൈ ലെവൽ തന്നെ ആയിരിക്കും, ALPൻ്റെ മെക്ക് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കും. വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടാവും. ഓക്കെ, which of the following ray is not produced during welding? Gamma rays is not produced during welding. Welding arc and flames emit visible light rays. Ultraviolet and infrared radiation, UV radiations inside welding arc will burn unprotected skin just like UV radiation in sunlight. Next one, thermite welding is a process of joining large section of special application at. ഈ തെർമിറ്റ് വെൽഡിങ്ങിൻ്റെ കാര്യമൊക്കെ JIൻ്റെ സിലബസിൽ ഉണ്ടാവുമോ? ഒരു പക്ഷേ തെർമിറ്റ് വെൽഡിങ് എന്ന് പറയുന്നതിൽ നിന്നും ഉള്ള ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം പൊതുവെ ഫിറ്ററിൻ്റെ എക്സാമുകൾക്ക് വെൽഡിങ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള വെൽഡിങ്ങുകളിൽ നിന്ന് തന്നെ ആയിരിക്കാം ചോദ്യം ഉണ്ടാവുന്നത് എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്നാലും ഈ ഒരു ഭാഗം വന്നപ്പോൾ കുറച്ച് കട്ടിയായിട്ട് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലോക്കോമോട്ടീവ്, റെയിൽ ആൻഡ് ഷിപ്പ് ഹൾസ് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. ഇൻ റിവേഴ്സ് പൊളാരിറ്റി വെൽഡിങ് ഡാഷ്, അതൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പ്രത്യേകം പറയുന്നത് തന്നെയാണ്. ഇലക്ട്രോഡ് ഹോൾഡർ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ആൻഡ് വർക്ക് ടു നെഗറ്റീവ്, അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഡാഷ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ ഐസ് ആൻഡ് ഫേസ് ഓഫ് എ വെൽഡർ ഫ്രം ആർക്ക് റേഡിയേഷൻ ആൻഡ് സ്പാർക്ക് ഡ്യൂറിങ് വെൽഡിങ് സേഫ്റ്റി ഇഷ്യൂ. ഇതൊക്കെ വെറും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണല്ലേ. വെൽഡിങ് ഹെൽമെറ്റ് ഈസ് ടൈപ്പ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് യൂസ്ഡ് പെർഫോമിംഗ് സർട്ടൻ ടൈപ്സ്
types of welding protect the eyes, face and neck from flash burns, sparks, infrared and ultraviolet and intense heat. സോ പിന്നെ ഒരു കാര്യം കൂടി, ഇനി വരാൻ പോകുന്ന അടുത്ത എക്സാമിലെ ചോദ്യങ്ങൾ വെൽഡിങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ടുള്ളതാണ്. അതായത് 100% നിമിയെ തന്നെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് NSQF ലെവൽ 5-ലുള്ള പോയിന്റുകളിൽ നിന്നും മാത്രം എടുത്തിട്ടുള്ള 10 ചോദ്യങ്ങളാണ് അടുത്ത വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ എക്സാമിലെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4ാമത്തെ എക്സാമാണ്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടേ ഉള്ളൂ. പൊതുവെ ടൈം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ഞായറാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ സംശയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും ആദ്യത്തെ ടോപ്പിക്കുകളിൽ നിന്നും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടത്. എന്നിരുന്നാലും ഏതെങ്കിലുമൊക്കെ ചില ടോപ്പിക്കുകളിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ കട്ടി കൂടും. എന്നാലും നിങ്ങൾ മാക്സിമം 85 to 90 സ്കോർ അതിനകത്ത് സ്കോർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇത് കോട്ടിംഗ് ഫാക്ടർ ഓഫ് 1.4 to 1.5 ഇൻ ആർക്ക് വെൽഡിംഗ് ഇലക്ട്രോഡ് ഫാൾസ് അണ്ടർ. സോ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്ന പോയിന്റുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കോട്ടിംഗ് ഫാക്ടർ, ദ റേഷ്യോ ഓഫ് ദ കോട്ടിംഗ് ഡയമീറ്റർ, ദ കോഡ് ഡയമീറ്റർ ഇസ് കാൾഡ് കോട്ടിംഗ് ഫാക്ടർ. ലൈറ്റ് ഗോൾഡ് ആകുമ്പോൾ 1.25 to 1.3 ആണ്, മീഡിയം ഗോൾഡ് 1.4 to 1.5 ആണ്, ഹെവി ഗോൾഡ് 1.6 to 2.2 ആണ്, സൂപ്പർ ഹെവി ഗോൾഡ് ഇലക്ട്രോഡ് എബോവ് 2.2 ആണ്. ഇത് പോയിന്റ്സ് ഒക്കെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പോയിന്റുകളാണ്. സോഫ്റ്റ് സോൾഡേഴ്സ് ആൻഡ് അലോയ് ഓഫ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പോയിന്റുകൾ തന്നെയാണ്. സോഫ്റ്റ് സോൾഡേഴ്സ് ആൻഡ് അലോയ് ഓഫ് ലെഡ്, ടിന്ന്. Okay, soft solid consists of 40% of lead and 60% tin. Medium solid consists of 50% lead and 50% tin. The strength of joint is less than compared to bracing. Same പോയിന്റുകൾ തന്നെയാണ്, ഇതൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കുക. അടുത്ത അതുപോലെ തന്നെയാണ് വിച്ച് മെഷീൻസ് ചേഞ്ചസ് AC to DC in arc welding. ആൾട്ടർനേറ്റീവ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്നത് റെക്ടിഫയർ ആണെന്നുള്ളത് അതേപോലെ തന്നെയുള്ള പോയിന്റ് തന്നെയാണ് അതിനകത്ത് തന്നെ എടുത്തിട്ടുള്ളതാണ്. റെക്ടിഫയർ ചേഞ്ചസ് AC to DC in arc welding. Rectifier in an electrical device that convert AC to DC regular റിവേഴ്സ് ഡയറക്ഷൻ, വൈൽ DC ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഉള്ളി. ഡയറക്റ്റ് കറണ്ട് ആണ്, വൺ ഡയറക്ഷൻ ഉള്ളു എന്ന് തന്നെ ഓർത്തിരിക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരിക്കത്തില്ല. 60ാമത്തെ ചോദ്യം, എമൗണ്ട് ഓഫ് കറണ്ട് റിക്വയർഡ് ടു ജനറേറ്റ് ദ ആർക്ക് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ഈസ് കാൾഡ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എമൗണ്ട് ഓഫ് കറണ്ട് റിക്വയർഡ് ടു ജനറേറ്റ് ദ ആർക്ക് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ഈസ് കാൾഡ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയിൽ 61 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങളുമായിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. ഓക്കെ, സോ അതുപോലെ തന്നെ ഇനിയുള്ള പാർട്ടുകളിൽ ഒക്കെ തന്നെയും കുറച്ചുകൂടി സിമ്പിളായിട്ട് ലളിതമായിട്ട് മലയാളം ലാംഗ്വേജ് കൂടിയിട്ട് കൃത്യമായിട്ട് തന്നെ പറയാനുള്ള രീതിയിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് തന്നെ എന്താണ് പറയുക PDF-കൾ ക്രമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല, കാരണം ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ്, അതായത് ഇപ്പോൾ ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എക്സാമുകൾ എങ്ങനെയാണ് മലയാളം വരാറുള്ളത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. സോ ഒരു ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും അതുപോലെ ഉണ്ടാവും. അത് പറയുന്ന സമയത്ത് ജസ്റ്റ് മനസ്സിലാകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മലയാളം നമുക്ക് കിട്ടും. ഓക്കെ, സോ അതുകൂടി ഇനി ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.